എന്ന് പൊതുവിൽ ആളുകൾ കണക്കൂട്ടി. അപ്പം അതിൻ്റെ ഭാഗമായി ഇവിടെ ആർക്കും കേവല ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യം വരികയാണെങ്കിൽ ഗവൺമെൻറ് രൂപീകരിക്കാൻ വിളിക്കുക ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടിയാണ്. അത്തരമൊരു സാഹചര്യം വരികയാണെങ്കിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ അംഗബലം ഉണ്ടാകണം. അപ്പോൾ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ അംഗബലം ഉണ്ടാകലാണ് ഇപ്പോൾ പ്രധാനം. ആ ആലോചനയുടെ ഭാഗമായിട്ട് തന്നെ അവരുടെ മനസ്സിൽ മറ്റൊരു കാര്യവും കൂടി പോയി. കേരളത്തിൽ LDF ആയാലും UDF ആയാലും എല്ലാം BJPക്ക് എതിരാണല്ലോ. അപ്പോൾ ആര് ജയിച്ചാൽ എന്താ ഇവിടുന്ന്? ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ളവരെ ഗവൺമെൻറ് രൂപീകരിക്കാൻ വിളിക്കുന്നതിന് എല്ലാ മണ്ഡലങ്ങളിലും അവരെ വിജയിപ്പിക്കുന്നതാണ് നല്ലത്. ഇടതുപക്ഷത്തോട് എന്തെങ്കിലും വിപ്രതിപത്തിയോ വിരോധമോ ഉള്ളവരല്ല ഇങ്ങനെയൊരു നിലപാടെടുത്തത്. ഇത് രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പാണല്ലോ. അപ്പോൾ അവിടെ കോൺഗ്രസിനാണ് വിജയസാധ്യത. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ജയിക്കട്ടെ, ഈ നിലപാടാണ് എടുത്തത്. അങ്ങനെ വന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി LDFന് ഏറ്റുവാങ്ങേണ്ടി വന്നു. ഒരു സീറ്റിൽ മാത്രമാണ് LDF ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത്. ഇപ്പം 5 വർഷം പിന്നിട്ടു. ഈ 5 വർഷം പിന്നിട്ടപ്പോഴുള്ള നമ്മുടെ അനുഭവം വിലയിരുത്താനുള്ള സമയമായി. ഈ 5 വർഷത്തിനിടക്ക് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങളിൽ നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നാം അയച്ച ജനപ്രതിനിധികൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പൗരത്വ നിയമ ഭേദഗതി. പൗരത്വ നിയമ ഭേദഗതി 4.25 വർഷം മുൻപാണ് പാർലമെന്റിൽ കൊണ്ടുവരുന്നത്. കൃത്യമായ RSS അജണ്ടയുടെ ഭാഗമായി വന്നൊരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുക, പൂർണ്ണമായും ഇവിടെ പൗരത്വം മതാടിസ്ഥാനത്തിലല്ല, നാം ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ്. പൗരത്വത്തിന് മതം അടിസ്ഥാനമേ അല്ല. മതവിശ്വാസിയായാലും അല്ലെങ്കിലും പൗരത്വത്തിൻ്റെ കാര്യത്തിൽ അതൊരു പ്രശ്നമായി വരുന്നില്ല. മതനിരപേക്ഷത അംഗീകരിച്ച ഒരു രാഷ്ട്രം, അതിനെഴുതപ്പെട്ട ഭരണഘടനയിലൊരു രാഷ്ട്രം, അവിടെയാണ് അങ്ങേയറ്റം വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും നിലപാടോടുകൂടി ഇത്തരമൊരു നീക്കം BJP ഗവൺമെൻറ്റിൽ നിന്നുണ്ടായത്. അതുണ്ടായപ്പോൾ ഒരു ശങ്കയുമില്ലാതെ ആദ്യമേ തന്നെ നമ്മുടെ സംസ്ഥാനമാണ് ഇവിടെ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. അതിൽ വലിയ ആലോചനക്കൊന്നും സമയം എടുക്കേണ്ടി വന്നില്ല. കാരണം ഭരണഘടനയ്ക്കെതിരായൊരു നിയമമാണത്. ഭരണഘടനാ വിരുദ്ധമായൊരു നിയമം കൊണ്ടുവരാൻ ആർക്കും അധികാരമില്ല. RSS അവർ നിയന്ത്രിക്കുന്ന BJP ഗവൺമെൻറ് RSS താല്പര്യം വെച്ച് എന്തും ചെയ്യുമെന്നതിൻ്റെ ഭാഗമായി വന്നതാണ് ഈ നിയമം.
അതുകൊണ്ട് തന്നെ ഭരണഘടനാ വിരുദ്ധമായ നിയമം ഇവിടെ നടപ്പാക്കില്ല എന്നാദ്യമേ തന്നെ കേരള സർക്കാർ പ്രഖ്യാപിച്ചു. മാത്രമല്ല, കേരള നിയമസഭ ഐക്യദാർഢ്യവും പ്രമേയവും അംഗീകരിച്ചു. സർവകക്ഷി യോഗം ചേർന്നു ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള പ്രതിഷേധ പരിപാടി, അതും സർവകക്ഷി എന്ന നിലക്ക് തന്നെ നടന്നു. അതിൽ പ്രതിപക്ഷവും ഉണ്ടായി, പ്രതിപക്ഷ നേതാവും ഉണ്ടായി. ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ സർക്കാരിൻ്റെ നേതൃത്വം നടത്താൻ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ സഹകരിക്കാൻ തയ്യാറായ കോൺഗ്രസ് പിന്നീട് അതിൽ നിന്ന് പിൻവാങ്ങി. ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറല്ല എന്ന നിലപാടെടുത്തു. എന്താണ് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണം? ഇത് LDFന്റെ പ്രശ്നമല്ലാതെ രാജ്യത്തെ കോടാനുകോടി ജനങ്ങളുടെ പ്രശ്നമല്ലേ. ആ പ്രശ്നം ശരിയായ രീതിയിൽ ഉയർത്താനല്ലേ നമുക്ക് കഴിയേണ്ടത്. അതിന് മാറി നിന്നത് എന്തുകൊണ്ടാണ്? ആ ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരായിരുന്നു മധ്യപ്രദേശിലുണ്ടായിരുന്നത്. ആ സർക്കാരിന് ഇതിനെതിരെ പ്രമേയം കൊണ്ടുവരാൻ കഴിഞ്ഞു. രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാർ തന്നെയായിരുന്നു. അവർക്ക് ഇതിനെതിരെ പ്രമേയം കൊണ്ടുവരാൻ കഴിഞ്ഞു. പാർലമെന്റിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ആ ഘട്ടത്തിൽ ഒരു LDF അംഗം മാത്രമേ ഉള്ളൂ. ആ സമയം പാർലമെന്റിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഉച്ചത്തിലുള്ള ശബ്ദം കേരളത്തിന്റെ ഭാഗത്ത് ഉയർന്നോ? ഉയർന്നില്ല. ആകെ ഒരു സ്വരയുള്ളൂ, ഒരു പാർലമെന്റ് അംഗമേ. ബാക്കി എല്ലാവരും നിശബ്ദത പാലിച്ചു. ഇതല്ലേ സംഭവിച്ചത്? കോൺഗ്രസ് പൂർണ്ണ നിശബ്ദതയല്ലേ പാലിച്ചത്? രാഹുൽ ഗാന്ധിക്ക് വയനാടിൻ്റെ പ്രതിനിധി എന്ന നിലക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞോ? അവിടെ സംസാരിച്ചോ? ഇപ്പോഴത്തെ അല്ല ഞാൻ പറയുന്നത്, 4.25 വർഷം മുൻപ് രാജ്യത്താകെ കടുത്ത പ്രതിഷേധങ്ങൾ ഉയർന്നല്ലോ. ഇപ്പോ ഇവിടെ മത്സരിക്കുന്ന LDFന്റെ സ്ഥാനാർത്ഥി ഇടതുപക്ഷ പാർട്ടി എന്ന നിലക്ക് CPIയുടെ അഖിലേന്ത്യാ നേതാക്കൾ ഒരാളാണല്ലോ. അവരുടെ ശബ്ദം ആ ഘട്ടത്തിൽ നാം കേട്ടല്ലോ. അവരുടെ പങ്കാളിത്തം രാജ്യം കണ്ടല്ലോ. ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പ്രക്ഷോഭം നടന്നല്ലോ. ആ പ്രക്ഷോഭത്തിൽ സീതാറാം യെച്ചൂരിയും ബൃന്ദ കാരാട്ടും ആനി രാജയും എല്ലാം ഉണ്ടായല്ലോ. അവർക്കെല്ലാം ഇതിന് കേസ് വന്നല്ലോ. ഒരുപാട് കേസുകൾ വന്നല്ലോ. ആ ഒരുപാട് കേസുകളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു കേസിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരന്റെ പേര് കാണാൻ കഴിയും? എന്തേ മാറി നിൽക്കാൻ കാരണം?
എന്തുകൊണ്ടാണ് മതനിരപേക്ഷ ശക്തികൾ ശക്തമായി അതിനെ എതിർക്കുമ്പോൾ ആ എതിർപ്പിന്റെ കൂടെ നിൽക്കാൻ കോൺഗ്രസിന് കഴിയാതിരുന്നത്? രാഹുൽ ഗാന്ധിയെ ആ ഘട്ടത്തിൽ എവിടെയെങ്കിലും കാണാൻ കഴിഞ്ഞോ? ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണല്ലോ. കോടാനുകോടി ജനങ്ങളുടെ പ്രശ്നമല്ലേ ബി.ജെ.പിയുടെ നിലപാടിൽ നിന്ന് എന്ത് വ്യത്യാസം ഉണ്ടായത്? ഇപ്പോ ഞാൻ വളരെ ദീർഘമായി പോകുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥ, അവർ ചട്ടം കൊണ്ടുവന്നു. കോൺഗ്രസിന്റെ അധ്യക്ഷൻ പത്രക്കാര്, മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഇതിനെക്കുറിച്ച് അഭിപ്രായം. അപ്പൊ മറുപടി എന്താ? ആലോചിച്ച് പറയാ. ഇത് ചട്ടമല്ലേ നിലപാടുകൾ നേരത്തെ ആ നിയമത്തിന്റെ ഭാഗമായി ആദിയിൽ കഴിയുന്ന കോടാനുകോടി ജനങ്ങളുണ്ടല്ലോ. ഈ മണ്ണിൽ ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഇനി ജീവിക്കാനാകുമോ എന്ന് ആശങ്കപ്പെടുന്നവരല്ലേ അവര്? എന്തേ ഇക്കൂട്ടർക്ക് ഒരു നിലപാടില്ലാതിരുന്നത്? ഇപ്പോ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയും ആ പത്രസമ്മേളനത്തിൽ കൂടെ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞു. മാധ്യമങ്ങൾ അങ്ങനെയാ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യം വന്നപ്പോ രണ്ടാളും ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ചിരിക്കാം, പക്ഷേ രാജ്യത്തെ കോടാനുകോടി ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ തീർത്തുന്നതല്ലേ. എന്തായിരിക്കും ഭാവി എന്നാണല്ലോ അവർ ചിന്തിക്കുന്നത്. അത് ലോകമാകെ പങ്കെടുക്കുകയല്ലേ. ഐക്യരാഷ്ട്രസഭയും ഈ കാര്യത്തിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തിയല്ലോ. ലോകത്തിലെ പ്രധാനപ്പെട്ട പല രാഷ്ട്രങ്ങളല്ലേ ആ കാര്യത്തിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തിയത്. നമ്മുടെ സ്ഥാനാർത്ഥി ആനി രാജ വരികയാണ്. അവരെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇത് കോൺഗ്രസിന് എന്തുകൊണ്ടാണ് ഉൾക്കൊള്ളാൻ കഴിയാത്തത്? ഇപ്പോ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള യാത്രയുണ്ടല്ലോ. ആ യാത്രയിൽ എവിടെയെങ്കിലും ഈ പ്രശ്നം വന്നതിന് ശേഷം പരാമർശമുണ്ടായോ? എന്തേ നിശബ്ദത? എന്തേ മൗനം? എന്തുകൊണ്ടാണ് ബി.ജെ.പിയുടെ RSSന്റെ അജണ്ട മനസ്സിലാക്കി നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നടപടിക്കെതിരെ ശബ്ദിക്കാൻ കഴിയാത്തത്? ഇതാണോ നമ്മുടെ ജനങ്ങൾ ആഗ്രഹിച്ചത്? ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ പാർലമെന്റില് നമുക്കുണ്ടായി. ഓരോ ഘട്ടത്തിലും നാം ആഗ്രഹിച്ചു കേരളത്തിന്റെ ശബ്ദം അവിടെ ഉയരണമെന്ന്. പക്ഷെ വളരെ നേർത്തുപോയി. നേർന്ന ശബ്ദം. കാരണം ഇടതുപക്ഷത്തിന് ആളില്ല, LDFന് ആളില്ല. ദുഃഖിച്ചില്ലേ? തങ്ങൾ ചെയ്തത് ശരിയായോ എന്ന് കേരളീയർ ആലോചിച്ചു പോയില്ലേ ആ ഘട്ടങ്ങളിലെല്ലാം? ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. ഇപ്പോ NIA ഭേദഗതി ബില്ല് വന്നു, കൂടുതൽ ശക്തിപ്പെടുത്താൻ. എന്താ ഉദ്ദേശം എന്ന് എല്ലാവർക്കും അറിയാലോ. ചില പ്രത്യേക വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടാണല്ലോ ഇത്തരം പ്രത്യേക നിയമങ്ങളൊക്കെ വരുന്നത്.
അതിന് കൂടുതൽ കരുത്ത് എതിരെ ദ്രോഹ നടപടികൾ സ്വീകരിക്കാൻ BJP കൈവക്കുന്നു. കൂടെ കൈവയ്ക്കതാര? കോൺഗ്രസ്. BJPയുടെയും കോൺഗ്രസിന്റെയും കൈകൾ ഒരേപോലെ ഉയരുന്നു ആ ബില്ലിന്റെ കാര്യത്തിൽ. EAPA ബിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു, BJP കൊണ്ടുവരുന്നു. ലക്ഷ്യം എല്ലാവർക്കും അറിയാം. സാധാരണ പ്രോസിക്യൂഷനാണ് തെളിയിക്കേണ്ടത് കുറ്റം. ഇവിടെ നിരപരാധിത്വം തെളിയിക്കേണ്ട ബാധ്യത കുറ്റം ചാർത്തപ്പെട്ടിയാക്കാൻ. ആദ്യ കരിനിയമം അത് കൂടുതൽ കരിനിയമമാക്കുന്നു, അതിന് കൂടുതൽ കരുത്ത് വരുന്നു. ചില പ്രത്യേക വിഭാഗങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ BJPയുടെ കൂടെ കോൺഗ്രസിന്റെയും കൈ ഉയരുന്നു. ഇതല്ലേ കണ്ടത് നമ്മൾ. ശബ്ദിക്കാനില്ല, എതിർ ശബ്ദമില്ല, ഉള്ള ശബ്ദം നേർത്തുപോയി. എന്തുകൊണ്ട്? ഇടതുപക്ഷത്തിനും LDFനും വേണ്ടത്ര ആളില്ലാത്തതുകൊണ്ട്. കേരളം എല്ലാ കാലത്തും ഇത്തരം കാര്യങ്ങളിൽ ദൃഢതയോടെ നിലപാടെടുക്കുന്നതാണ്. ആ ഉറച്ച ശബ്ദം വല്ലാതെ മങ്ങിപ്പോയി. നാം വല്ലാതെ ദുഃഖിക്കുന്ന അവസ്ഥ വന്നല്ലോ. തങ്ങൾ ചെയ്തത് ശരിയായോ എന്ന് ആ ചെയ്തവർ പലരും ചിന്തിക്കുകയും ഉറക്കെ പറയുകയും ചെയ്യുന്ന നിലയുണ്ടായല്ലോ. ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ളതല്ലേ. ഭരണഘടന എന്തെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടോ ഭരണഘടനക്ക്? ഭരണഘടനയുടെ 370-ാം വകുപ്പ് ഒരു കടലാസ് ഇങ്ങനെ എടുത്തങ്ങ് വായിച്ചുകൊണ്ട് റദ്ദ് ചെയ്യല്ലേ? പാർലമെന്ററി മര്യാദകളെല്ലാം ലംഘിച്ചില്ലേ? ജമ്മുകാശ്മീർ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഒരു ദിവസം പെട്ടെന്നങ്ങ് തീരുമാനം പറയാൻ 370-ാം വകുപ്പ് റദ്ദ് ചെയ്യുക. ഒരു സംസ്ഥാനത്തെ വിഭജിക്കുക എന്ന് പറയുന്നത് കുട്ടിക്കളിയാണോ? ഒരുപാട് നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതല്ലേ? എന്തെങ്കിലും നടപടിക്രമം പാലിച്ചോ? പെട്ടെന്ന് തീരുമാനങ്ങൾ പ്രഖ്യാപിക്കല്ലേ? എന്തേ മൃഗങ്ങളെ വെടിവെക്കാലോ എന്ന് ചിലരിവിടെ പറയുന്നുണ്ട്. എങ്ങനെയാ വെടിവെക്കുക? ആദ്യം ഈ മൃഗത്തെ കാട്ടിലേക്ക് അയക്കാൻ നോക്കണം, അല്ലെങ്കിൽ പിടികൂടണം, പരിക്കില്ലാതെ പിടികൂടണം, എന്നിട്ട് അയക്കണം. ഇതിനെല്ലാം ശ്രമിക്കണം. ഈ ശ്രമമെല്ലാം പരാജയപ്പെട്ടു എന്ന് രേഖപ്രകാരം ബോധ്യപ്പെടുത്തണം. ഇതെല്ലാം പരാജയപ്പെട്ടാലാണ് വെടിവെക്കാൻ പറ്റുക. എന്താ വെടിവെച്ച അനുഭവം എന്നറിയാം? മഹാരാഷ്ട്രയിൽ ഒരനുഭവം ഉണ്ടായി. അവിടെ 13 ആളെ ഒരു പെൺകടുവ കൊന്നു. ഒരാളെ 60% ഭക്ഷിച്ചു. അങ്ങനെ ആ സംഭവം കൂടി നടന്നപ്പോൾ അവിടുത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഷൂട്ട് ആൻഡ് സൈറ്റ് ഓർഡർ കൊടുത്തു. അവിടുത്തെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ചാ ആ കേസ് കേട്ടു. അതിന്റെ വെടിവെക്കാനുണ്ടായ സാഹചര്യം മറ്റു കാര്യങ്ങളും. കേസ് ഇപ്പോൾ നടക്കുക. ഇതാണ് അവസ്ഥ. 2018 ഉണ്ടായതാണ്. ഇപ്പോ കേസ് നടക്കുക. ആളിപ്പോ കേസില്ല. കാരണം അതാണ് ഈ നിയമം. ഈ നിയമത്തിൽ മനുഷ്യനെ കാണുന്നില്ല. ആ നിയമം ഭേദഗതി ചെയ്യണം എന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടു. ന്യായമായ ആവശ്യമല്ലേ? കേന്ദ്ര വനമന്ത്രി ഇവിടെ വന്നല്ലോ. മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു ഈ ഭേദഗതിയെ പറ്റി.
ഭേദഗതി ചെയ്യാൻ പറ്റില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. നേരത്തെയുള്ളതെല്ലാം കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ്. കാരണം നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ്, ആ നിയമത്തിന് കൂടുതൽ ശക്തി പകർന്നത് കോൺഗ്രസ്, പിന്നെ അതിൻ്റെ SOPയും ഗൈഡ് ലൈൻസും ഒക്കെ ഇറക്കിയത് കോൺഗ്രസിന്റെ കാലത്തൊക്കെ ശരി. ആ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടാൽ ആ ഭേദഗതി ചെയ്യേണ്ടത് BJP ഗവൺമെന്റ് ആണല്ലോ. BJP ഗവൺമെന്റാണ് പറയുന്നത് അനങ്ങാൻ പറ്റില്ല, അത് തൊടാൻ പറ്റില്ല, ഭേദഗതി ചെയ്യാനേ പറ്റില്ല. ഇപ്പൊ എന്താണ് ഇവർക്ക് മനുഷ്യരോടുള്ള സമീപനം? വയനാടിന്റെ പ്രതിനിധിയാണല്ലോ രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് ഇന്നത്തെ അദ്ദേഹത്തിന്റെ അവസ്ഥയിൽ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്നാൽ എപ്പോഴും സംസാരിക്കാൻ അവസരം കിട്ടുമല്ലോ. ആരെങ്കിലും കേട്ടോ അദ്ദേഹം സംസാരിക്കുന്നത്? ഈ നിയമം ഭേദഗതി ചെയ്യണമെന്ന് പാർലമെന്റ് ആവശ്യപ്പെട്ടോ? ആവശ്യപ്പെടാൻ തയ്യാറായില്ലല്ലോ. രാഹുൽ ഗാന്ധിയുടെ സ്ഥിതി അങ്ങനെ. 18 പേര് UDF അംഗങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെട്ടോ? അവരിപ്പോ സകല കുറ്റവും സംസ്ഥാന സർക്കാരിന് ചേർത്താനാണ്. സംസ്ഥാന സർക്കാർ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാണല്ലോ, അതിനകത്ത് വീഴ്ചയില്ലല്ലോ. പക്ഷെ ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? നിയമമനുസരിച്ച് ഈ ജീവികൾക്ക് പരിരക്ഷ കൊടുക്കുകയല്ലേ, അതല്ലേ ഭേദഗതി ചെയ്യേണ്ടത്. ലോകത്ത് ഇന്ത്യ എന്നൊരു രാജ്യത്ത് മാത്രമാണോ ഈ വന്യമൃഗങ്ങളുള്ളത്? ലോകത്താകെയില്ലേ? മറ്റു പല രാജ്യങ്ങളും സ്വീകരിക്കുന്ന നിലപാടില്ലേ? അവിടെയെല്ലാം ഇങ്ങനെ ഇഷ്ടം പോലെ പെരുകിക്കൊണ്ടിരിക്കുകയാണോ? ആ രാജ്യങ്ങളൊന്നും സ്വീകരിക്കുന്ന നിലപാടിലേക്ക് നമ്മൾ പോകുന്നില്ല. ജനത്തെ കാണാതെ, മനുഷ്യനെ കാണാതെയുള്ള നിലപാടാണ് ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ ആവശ്യമായതെല്ലാം ചെയ്യാണ്. അതിൻ്റെ ഭാഗമായി ചെയ്യാൻ പറ്റുന്നത് എന്താ? അവിടെയുള്ള മൃഗങ്ങളെ കാട്ടിൽ തന്നെ നിർത്താൻ പറ്റുമെന്ന് നോക്കലാണ്. അതിനുള്ള വെള്ളം, ഭക്ഷണം, മറ്റു കാര്യങ്ങൾ, തീറ്റ, അതിനെന്തൊക്കെ തടസ്സമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വന അതിർത്തിയിൽ. ആ കാര്യങ്ങൾ നമ്മളും പ്രത്യേകം ശ്രദ്ധയോടെ നീക്കുക. ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്തു പോവുകയാണ്. ഒരുപാട് നടപടികൾ സ്വീകരിക്കണം. അതിലൊരു പാക്കേജ് കേന്ദ്ര ഗവൺമെന്റ് മുന്നിൽ വെച്ചു. 620 കോടി രൂപയുടെ പാക്കേജാണ്. തള്ളിക്കളഞ്ഞു. അപ്പൊ അവരവരെ ബാധ്യത നിറവേറ്റാൻ തയ്യാറാകാതിരിക്കുകയാണ്. ആ കാര്യങ്ങൾ ആവശ്യപ്പെടാൻ ഇവർ തയ്യാറുമല്ല. നമ്മുടെ പാർലമെന്റ് അംഗങ്ങളും തയ്യാറല്ല. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പറ്റുന്നവരല്ലേ ആവശ്യം നമുക്ക് വേണ്ടത്. ഇതാണ് നാം പ്രധാനമായും ചിന്തിക്കേണ്ട കാര്യം. നമ്മുടെ ഇവിടുന്ന് ജയിച്ചു പോകുന്നവർ നമ്മുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ സന്നദ്ധതയുള്ളവരായിരിക്കണം. അവിടെ എത്തിയാൽ മുട്ടുപറക്കുന്നവരാകരുത്. അവിടെ എത്തിയാൽ BJPയുടെ താല്പര്യത്തോടൊപ്പം നിൽക്കുന്നവരാകരുത്. ഇവിടെ ഒരുപാട് വിഷയങ്ങൾ ഈ അടുത്ത കാലത്ത് നാം കണ്ടല്ലോ. കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളിൽ ഏതിലെങ്കിലും കേരളത്തിലെ MP-മാരുടെ ശബ്ദം നമ്മൾ കേട്ടോ? നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു, ശ്വാസം മുട്ടിക്കുന്നു. അത് ഫെഡറൽ തത്വത്തിനെതിരായിട്ടുള്ള കാര്യമാണ്. സംസ്ഥാനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കുന്നു. കേരളം പറയുന്നതിൽ ചില അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട് എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെടുന്നു. അതിൻ്റെ ഭാഗമായുള്ള ചില നടപടികൾ സുപ്രീം കോടതി സ്വീകരിക്കുന്നു. അപ്പോൾ പോലും ഇവിടുത്തെ കോൺഗ്രസ്, ഇവിടെയുള്ള പ്രതിപക്ഷം
കേരളത്തിന്റെ പ്രശ്നങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറുണ്ടോ? എത്രയാ നമുക്ക് ലഭിക്കേണ്ട പണം കിട്ടാതിരുന്നത്? 2016 മുതലുള്ളൊരു കണക്ക് കേരളം കോടതിയുടെ മുന്നിൽ അവതരിപ്പിച്ചു. എത്രയാണ്? 1,07,500 കോടിയിൽ പരം രൂപ. നമ്മുടേതുപോലൊരു സംസ്ഥാനത്തിന് 1,07,500 കോടി രൂപ കിട്ടേണ്ടത് കിട്ടിയില്ല എന്ന് വന്നാൽ നമ്മൾ അനുഭവിക്കേണ്ട വിഷമം എത്രയാണെന്ന് ആലോചിച്ച് നോക്കും. ചെറിയ വിഷമാണോ? എന്തിനാണത്? ബോധപൂർവമാണ്. നിങ്ങൾ ഇവിടെ ആളുകൾക്ക് ഉപകാരപ്രദമായി ഒന്നും ചെയ്യരുത്. നിങ്ങൾ ഞെരുങ്ങണം. എങ്ങനെ നിങ്ങൾ അത്തരം കാര്യങ്ങൾ നടത്തുമെന്ന് കാണട്ടെ. ഇതാണ് മനോഭാവം. ആ മനോഭാവത്തിന്റെ മറ്റൊരു ഭാഗത്ത് കോൺഗ്രസ് നിൽക്കുകയാണ്. LDF സർക്കാർ ജനങ്ങൾക്ക് ഉപകാരപ്രദമായതൊന്നും ചെയ്യരുത്. അതാണ് അവർക്ക് BJP ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ കഴിയാത്തത്. അവർ കുറ്റപ്പെടുന്നതെല്ലാം സംസ്ഥാന സർക്കാരിനെ ആയിരിക്കും. സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥയോടാണ് ഇത് സംഭവിച്ചത്. ബാങ്കുവിളി നടക്കുന്നുണ്ട്. അതെ, ഇനി അധികം നോക്കുന്നില്ല. ബാങ്ക് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് ഈ അവസരത്തിൽ പല ആൾക്കാർക്കും മറ്റു പല ചടങ്ങിലും പങ്കെടുക്കേണ്ടതായിട്ടുണ്ടാകും. അതുകൊണ്ട് കൂടുതൽ പ്രശ്നത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മളൊരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ ശബ്ദം പാർലമെന്റിൽ ഉണ്ടാവും. നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാൻ കഴിയണം. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ മാത്രമല്ല, നിയോജക മണ്ഡലത്തിൻ്റെ ആവശ്യം മാത്രമല്ല, രാജ്യത്തിൻ്റെതായ പ്രശ്നങ്ങൾ, മതനിരപേക്ഷതയെ ബാധിക്കുന്ന പ്രശ്നം, ഭരണഘടനയെ തകർക്കുന്ന പ്രശ്നം, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഉറച്ച നിലപാടെടുക്കാൻ നമ്മുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടാവണം. അതിൽ ഒരു സംശയവുമില്ലാതെ അയക്കാൻ പറ്റുന്ന ഒരു പ്രതിനിധിയാണ് ആനി രാജ. കാരണം അവരെ എല്ലായിടെയും നാം കണ്ടിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ മണിപ്പൂരിൻ്റെ കാര്യം പറഞ്ഞില്ല. മണിപ്പൂർ വിഷയത്തിലും അവരെ നിങ്ങൾ കണ്ടതാണ്. എല്ലാ കാര്യങ്ങളിലും ഇടതുപക്ഷം ഉണ്ടാകാറുണ്ട്. അതിലൊരു മുഖം ആനി രാജയുടേത് കൂടിയാണ്. അപ്പോൾ നിർബന്ധമായും ആനി രാജ അവിടെ ഉണ്ടാവുക എന്നുള്ളത് ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നല്ല ഭൂരിപക്ഷത്തോടെ സഖാവ് ആനി രാജയെ വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം. അടുത്തതായി വയനാടിൻ്റെ ആശയും ആവേശവുമായി മാറിക്കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി സഖാവ് ആനി രാജ നിങ്ങളോട് സംസാരിക്കും. അതിനുവേണ്ടി സഖാവ് ആനി രാജയെ ക്ഷണിക്കുകയാണ്.
ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാരാധ്യരായ നേതാക്കളെ, ഈ കൺവെൻഷൻ, ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് നമ്മളോടെല്ലാം ഈ ആസന്നമായ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം, അത് ഈ രാജ്യത്തെയും ജനങ്ങളെയും സംബന്ധിച്ച് എത്ര നിർണായകമാണ് എന്ന് കാര്യകാരണങ്ങൾ സഹിതം നമുക്ക് മുമ്പാകെ അവതരിപ്പിച്ച് സംസാരിച്ച് സഖാവ് പിണറായി വിജയൻ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി. എനിക്ക് 2-3 കാര്യങ്ങളെ സംസാരിക്കാനുള്ളൂ. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് ഒരനുഭവം നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ CAA പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള സമരങ്ങൾ രാജ്യത്തെമ്പാടും കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ഡൽഹിയിൽ 28ഓളം സ്ഥലങ്ങളിൽ ധർണ നടക്കുന്നുണ്ടായിരുന്നു. അവിടെയെല്ലാം അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത് മുസ്ലിം സ്ത്രീകളായിരുന്നു. അവരോടൊപ്പം ചേർന്ന മറ്റ് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എന്നാൽ നേതൃത്വത്തിൽ അവരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇവര് എല്ലാ ദിവസങ്ങളിലും ഇടതുപക്ഷത്തെ പ്രസ്ഥാനത്തിലെ പ്രത്യേകിച്ച് വനിതാ സംഘടനകളിലെ ഏതെങ്കിലുമൊക്കെ നേതാക്കൾ എല്ലാ ധർണാ സ്ഥലങ്ങളിലും ഞങ്ങൾ ചെല്ലുമായിരുന്നു. ഒരു തവണ ഞങ്ങൾ തീരുമാനിച്ചു, നമുക്കൊരു യാത്ര ഓരോ ധർണാ സ്ഥലത്ത് നിന്നും നടത്തണം. എല്ലാ ധർണാ സ്ഥലങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്ര. അപ്പൊ മഹിളാ ഏകതാ യാത്ര, സ്ത്രീകളുടെ ഒരുമയുടെ യാത്ര, സ്ത്രീകളുടെ ഒരുമയുടെ യാത്ര എന്നൊരു യാത്ര. ആ യാത്ര ഒരു കേന്ദ്രത്തിലെത്തിയപ്പോൾ എല്ലാ കേന്ദ്രത്തിലും നമ്മൾ പരിചയപ്പെടുത്തും. ഒരു കേന്ദ്രത്തിലെത്തിയപ്പോൾ എല്ലാവരും പരിചയപ്പെട്ടു. എൻ്റെ ഊഴം വന്നപ്പോൾ ഞാൻ പരിചയപ്പെടുത്തി. എൻ്റെ പേര് ആനി രാജ, ഞാൻ വരുന്നത് കേരളത്തിൽ നിന്നാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഈ കേരളത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മുന്നിൽ ഒരുപാട് സ്ത്രീകൾ, എടുത്തു പറയുന്നു പർദ്ദ ധരിച്ച സ്ത്രീകൾ മുന്നിലിരിക്കുകയാണ്. 100 കണക്കിന് സ്ത്രീകൾ നിലത്തിരിക്കുകയാണ്. അവരിൽ നിന്നും ഒരാൾ അതിന്റെ മധ്യത്തിൽ നിന്ന് ഉടനടി എണീറ്റ് നിന്ന് BJPയെ ഇതുവരെയും ഭരണത്തിൽ കൊണ്ടുവരാത്ത സഖായി പിണറായിയുടെ ഗവൺമെന്റ് ഉള്ള സംസ്ഥാനം അതാണ് കേരളം എന്ന് പറഞ്ഞത്. ആ സന്തോഷം നിങ്ങളോട് ഞാൻ പങ്കുവെക്കുക. അവരത് പറയുമ്പോൾ പറഞ്ഞുവെങ്കിൽ നമ്മുടെ തോളിലുള്ള ഉത്തരവാദിത്വം എത്ര വലുതാണ് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഏത് പ്രലോഭനം വന്നാലും, എത്ര വലിയ ഏജൻസികളെ നമുക്കെതിരായി അയച്ചാലും അതിലൊന്നും തെല്ലും കൂസാതെ വഴങ്ങാതെ RSS വർഗീയ BJP ഫാസിസത്തെ പരാജയപ്പെടുത്താനുള്ള പോരാട്ടത്തിൽ മുൻനിരയിലാണ് ഈ രാജ്യത്തെ ഇടതുപക്ഷം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇന്ന് രാജ്യത്തുള്ള ഒരു രാഷ്ട്രീയ പരിസ്ഥിതിയെ പരിശോധിക്കുമ്പോൾ ആ പോരാട്ടത്തിൽ ഏറ്റവും അധികം ആളുകളെ ഈ കേരളത്തിൽ നിന്നും അയക്കേണ്ടതുണ്ട്. ഈ കേരളത്തിൽ ഞാൻ വയനാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് എന്റെ ചുമലിലുള്ള ആദ്യത്തെ ഉത്തരവാദിത്തം നിങ്ങൾ ഓരോരുത്തരോടുമുള്ള എന്റെ അപേക്ഷ സൂചിപ്പിച്ചു. ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ജീവിക്കണമോ മരിക്കണമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ആസന്നമായിരിക്കുന്ന തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 20 മണ്ഡലങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിൽ, ആ മണ്ഡലങ്ങളിൽ ഏത് ഗ്രാമത്തിലായാലും എത്ര ദൂരത്തിലായിരുന്നാലും ശരി,
നിങ്ങളുടെ ആരുടെയെങ്കിലും ബന്ധുക്കളോ സുഹൃത്തുക്കളോ, നിങ്ങളുടെ മക്കളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ മക്കൾ, മരുമക്കൾ, അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഒരു ഫോൺ ചെയ്ത് പറയുക, അതതിടങ്ങളിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത് അവരെ എല്ലാവരെയും വിജയിപ്പിക്കുക, അവരെ ഓരോരുത്തരെയും വിജയിപ്പിക്കുക എന്ന് ആ ദൗത്യം കൂടി നമ്മൾ ഏറ്റെടുക്കണം. ഇത് ഈ രാജ്യത്തെയും ഈ രാജ്യത്തെ ജനങ്ങളെയും രക്ഷിക്കുന്നതിനുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കണ്ടുകൊണ്ട് ആ ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് ആദ്യമായി നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുക. മറ്റൊന്ന് സൂചിപ്പിക്കുവാനുള്ളത്, ഇവിടെ ഞാൻ 1-ാം തീയതി മുതൽ പല സ്ഥലങ്ങളിലും പല മണ്ഡലങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും തന്നെ പോയി ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വോട്ടർമാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുമായി സംസാരിച്ച് വരുന്നതിനിടയിൽ രൂക്ഷമായി എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും അതാണ് എനിക്കുള്ള അനുഭവം. ഇന്ന് ഈ പ്ലാന്റേഷൻ തൊഴിലാളികൾക്കിടയിൽ പോയപ്പോൾ പോലും അവർ ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ ഉണ്ടാകുമോ ഇവിടെ എന്നൊരാൾ ചോദിക്കുന്നു. മറ്റൊരാൾ ചോദിക്കുന്നു, ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന് കാണാമല്ലേ എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേ അങ്ങനെ പറയാൻ? അപ്പൊ അവര് പറഞ്ഞു, ഈ മണ്ഡലത്തിൽ, വയനാട് മണ്ഡലത്തിൽ ആന ഒരുപാട് തവണ വന്നിട്ടുണ്ട്, എന്നാൽ അതിന്റെ പകുതി പോലും തവണ ഞങ്ങളുടെ പ്രശ്നം ഒന്ന് കേൾക്കുന്നതിനോ ആ പ്രശ്നം പരിഹരിക്കുന്നതിനോ ഞങ്ങൾ ഇവിടുന്ന് തെരഞ്ഞെടുത്ത് അയച്ച ഞങ്ങളുടെ MP, ഇപ്പൊ ഉള്ള MP, നിലവിലുള്ള MP വന്നിട്ടില്ല. ആന വരുന്ന അത്ര തവണ പോലും വരാത്ത MP ആണത്. നിങ്ങളും അങ്ങനെ ആയിരിക്കുമോ എന്ന ചോദ്യമാണ് എന്നോട് ചോദിച്ചത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിലെ എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരിമാരെ, നിങ്ങളോട് ഓരോരുത്തരും ആദ്യമായി ഞാൻ ഉറപ്പ് നൽകുന്നത്, ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അത് ജനപക്ഷമാണ്. ആ ജനപക്ഷത്ത് നിൽക്കുന്നത് കൊണ്ട് ഇവിടുത്തെ വോട്ടർമാർ, ഇവളുടെ തെരഞ്ഞെടുക്കപ്പെട്ടു പോകുന്ന ജനപ്രതിനിധിയുടെ ഔദാര്യമല്ല, മണ്ഡലത്തിലെ ജനങ്ങളുടെ അവകാശമാണ്. അത് ജനപക്ഷമാണ്, അത് ഇടതുപക്ഷമാണ്, ആ ഇടതുപക്ഷ നിലപാടാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങളോട് ഞാൻ തരുന്ന ഉറപ്പ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഈ മണ്ഡലത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ എന്നെ വിജയിച്ചാൽ രാവും പകലും നിങ്ങളോടൊപ്പം, എല്ലാ പ്രതിസന്ധിയിലും എല്ലാ സന്തോഷത്തിലും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഈ ഉറപ്പ് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ, നിങ്ങൾ ഇപ്പോൾ തന്നെ അത് പറയുന്നുണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും എല്ലാവരോടും, ഈ മണ്ഡലത്തിലെ മുഴുവൻ മനുഷ്യരോടും പറയാൻ, ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇവിടെ തന്നെ ഉണ്ടാകും, നിങ്ങൾ വിജയിപ്പിച്ചാൽ ഇവിടെ ഉണ്ടാകുമെന്ന് പറയുക. രണ്ടാമത്തെ കാര്യം, സഖാവിയുടെ സൂചിപ്പിച്ചു, നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. മനുഷ്യരെ, അവരുടെ ജീവനും ജീവനോപാധിക്കും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യജീവൻ എടുക്കുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണം, നമ്മുടെ കാർഷിക വിളയെ ആകെ തന്നെ നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണം, സംസ്ഥാന ഗവൺമെന്റ് എടുത്തിട്ടുള്ള നടപടികൾ, അത് തീരുമാനങ്ങൾ നടപ്പിലാക്കി തുടങ്ങിക്കഴിഞ്ഞു, കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു, അതിന്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പ്രതിസന്ധിക്ക്, ഈ ഒരു വിഷയത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ളത് നിയമത്തിൽ ഭേദഗതിയാണ്. അത് പാർലമെന്റിൽ നടത്തേണ്ടതാണ്. ആ ഭേദഗതി, ഈ വിഷയം പാർലമെന്റിൽ ഉയർത്തിക്കൊണ്ട് ആ ഭേദഗതിയെ കുറിച്ച് ചർച്ച ഉണ്ടാക്കുന്നതിനും, അങ്ങനെ ആ ഭേദഗതി കൊണ്ടുവന്ന് ഇവിടുത്തെ ഈ പ്രശ്നം, ജനങ്ങൾ നേരിടുന്ന ഈ പ്രശ്നം, വന്യജീവികളുടെ പ്രശ്നം, ആ പ്രശ്നം പരിഹരിക്കുന്നതിന് ഏതറ്റം വരെയും പോയി ആ കാര്യം സാധിക്കുമെന്ന ഉറപ്പുകൂടി ഞാൻ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിങ്ങൾക്ക് തരികയാണ്. ആ കാര്യവും നിങ്ങൾക്ക് ഈ നാട്ടിലെ മുഴുവൻ വോട്ടർമാരോടും പറഞ്ഞുകൊള്ളാം. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയൊരു മണിപ്പൂരോ, ഇനിയൊരു ബിൽക്കിസ് ബാനുവോ, ഇനിയൊരു ഗുജറാത്തോ, ഇനിയൊരു ഡൽഹിയോ, ഇനിയൊരു കന്ധമാലോ ഈ രാജ്യത്ത് ഉണ്ടാകാതിരിക്കാൻ, ഈ രാജ്യത്തെ നമ്മുടെ പൗരത്വം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ മണ്ണിൽ പിറന്നാൽ ആ കുഞ്ഞുങ്ങൾക്ക് അടുത്തയാഴ്ച പോയി ജനന സർട്ടിഫിക്കറ്റ് നമ്മളുടെ പഞ്ചായത്തുകളിൽ ലഭിക്കുന്നതിന് നമ്മുടെ അമ്മൂമ്മയുടെയും പേപ്പർ ചോദിക്കുന്ന, അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ചോദിച്ച് അതിന് നമ്മൾ അത് കാണിക്കാൻ സാധിച്ചില്ല എങ്കിൽ നമ്മളെയൊക്കെ ഇങ്ങനെ ജയിലിലടയ്ക്കുന്ന ആസമിൽ നടന്നതുപോലെ ഈ രാജ്യത്തൊരിടത്തും നടക്കാതിരിക്കാൻ, രാജ്യത്തെയും ജനങ്ങളെയും രക്ഷിക്കുന്നതിന്, മതന്യൂനപക്ഷങ്ങളെയും
പട്ടികജാതി പട്ടികവർഗങ്ങളെയും തൊഴിലെടുക്കുന്ന സാധാരണക്കാരനെയും കൃഷിക്കാരെയും ഒക്കെ തന്നെ സംരക്ഷിക്കുന്നതിന് ഈ രാജ്യത്തെയും രാജ്യത്തിന്റെ മതേതര ജനാധിപത്യം, മതേതരത്വം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നു. നാളെയും നമുക്കിവിടെ ഒരുമിച്ചിരിക്കാൻ ഇടതോ വലതോ മുൻപിലും പിന്നിലും ആരിയ്ക്കുന്നുവെന്ന് നോക്കാതെ ഒരാശങ്കയുമില്ലാതെ ധൈര്യസമേതം ഒരുമിച്ചിരിക്കാൻ, ഒരുമിച്ച് ദുഃഖങ്ങളിൽ പങ്കെടുക്കാൻ, സങ്കടം പങ്കുവയ്ക്കാൻ, സന്തോഷങ്ങളിൽ ഒരുമിച്ച് പങ്കെടുക്കാൻ, അതിനെല്ലാമുള്ള അത്തരമൊരു രാജ്യത്തെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും നിലനിർത്താൻ അതിനുവേണ്ടി ഞാൻ ആദ്യം സൂചിപ്പിച്ച 20 ഇടതുപക്ഷ സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് ഈ വയനാട് മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. പേര് ആനി രാജ, ചിഹ്നം അരിവാൾ നെൽക്കതിർ. ഈ അരിവാൾ നെൽക്കതിർ ചിഹ്നത്തിൽ വോട്ട് ചെയ്തുകൊണ്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി നിലകൊള്ളുന്ന മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ജനപക്ഷത്തിനും വേണ്ടി നിങ്ങൾ എല്ലാവരും എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഇവിടെ ലഭിച്ചതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.